ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്താണ് അടപ്രഥമന്റെ അടയുണ്ടാക്കുന്നത്. ഇപ്പം ഈ എല്ലാം എന്താണ് റെഡിമെയ്ഡ് അടയൊക്കെ ആണ്, അത് വെച്ചാണ് പായസമൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ട്രഡീഷണലായിട്ട് കേരള തനിമയുള്ള അടപ്രഥമന്റെ അതിനുവേണ്ടി ഒരു 2 കിലോ ഉണക്കലരി നന്നായിട്ട് കുതിർത്ത് കഴുകി നല്ല പൊടിയായിട്ട്, ഉണക്കലരിയാണ് പച്ചരിയെക്കാട്ടി നല്ലത് ഉണക്കലരി ആയതുകൊണ്ട് അതാണ് നമുക്ക് നല്ലതായിട്ട് പൊടിച്ചേക്കുക. അപ്പോൾ ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പാത്രം എടുത്തു വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇലയൊക്കെ ഇവിടെ നന്നായിട്ട് വാട്ടി നല്ല സൂപ്പർ ഞാലിപ്പൂവിൻ്റെ ഇലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സമ്മതിക്കത്തില്ല കേട്ടോ, ഇവനെ മലയാളം പറയത്തില്ല, ഇവന് സായിപ്പിൻ്റെ കുഞ്ഞായതുകൊണ്ട്. അപ്പോൾ വാഴയിലയാണ്, ഞാലിപ്പൂവിൻ്റെ ഇലയാണ്, നല്ല ഇലയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് 2 കദളിപ്പഴം ഒരു ശർക്കരയും കൂടി ഞാൻ നന്നായിട്ട് കണ്ടൊക്കെ ഇത് മിക്സിക്കകത്ത് അടിച്ച് നല്ല ഇതായിട്ട് വെച്ചിരിക്കുക. അത് ഈ മാവിലേക്ക് ചേർക്കുക. കദളിപ്പഴമോ ഇനി അത് കിട്ടിയില്ല പൂവമ്പഴമോ എന്താണേലും മതി. അതാണ് നമ്മൾ ഈ മാവിൻ്റെ അകത്തേക്ക് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് അല്പം നെയ്യ് ഇലയെന്ന് വരാനായിട്ട് അല്പം നെയ്യ് കണ്ടോ ഒരല്പം മതി. എന്നിട്ട് ആ നെയ്യും കൂടെ നന്നായിട്ട് ഒരു പരുവത്തില് ദോശമാവിന്റെ പരുവത്തില് ഇളക്കി കുഴച്ച് നല്ല ദോശമാവിന്റെ പരുവത്തില് അല്ലേ. അപ്പം നല്ല നന്നായിട്ട് കുഴക്കണം. അപ്പം ഇത് നമ്മൾ വലിയ കൂടുതലുള്ളപ്പം നമ്മൾ വലിയ വാർപ്പിൻ്റെ അകത്ത് അത് ഒരു 1000 പേരുടെ സദ്യക്ക് ഇത്ര കിലോ എന്ന് അതിനൊരു കണക്കുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര കാലത്ത് അതിലേക്ക് വേണ്ട ഒരു തേങ്ങയുടെ പാല്, തേങ്ങാപ്പാൽ ഒഴിക്കുന്ന എന്തിനാണ്? ടേസ്റ്റിനും രുചിയുണ്ട്. രുചിയും ടേസ്റ്റും രണ്ടും ഒന്നാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കണം. നല്ല ഈ തേങ്ങാപ്പാലുണ്ട് 2 ഗുണമുണ്ട്. വെള്ളം പറ്റാതിരിക്കണം, അതുകൊണ്ടാണ് കുഴക്കുന്നത്. വെള്ളം പറ്റാതിരിക്കണം. എന്നിട്ട് നമ്മൾ നല്ല സൂപ്പറായിട്ട് കുഴച്ച് ഇത് തേങ്ങാപ്പാൽ തന്നെ കുഴച്ചെടുക്കാനൊക്കത്തില്ല. അന്നേരം അല്പം വെള്ളം കൂടെ നമ്മൾ ചേർക്കും. അപ്പൊ ഈ തേങ്ങാപ്പാലിലുള്ള ഈ തേങ്ങാപ്പാലിന്റെ അകത്തുള്ള ആ എണ്ണ വെളിച്ചെണ്ണ അല്ലേ, അതെല്ലാം കൊണ്ട് ഇല നന്നായിട്ട് നല്ല വൃത്തിയാക്കി അല്പം വെള്ളം കൂടി ഒഴിക്കണേ. അപ്പം ഇത് നല്ല ഇതുപോലെ കുഴച്ച് മാവ് നല്ല കണ്ടീഷൻ നമ്മള് പണ്ട് നേരത്തെ ഒരു 10-15 വർഷമൊക്കെ മുമ്പേ എല്ലാവരും ഈ അട ഉണ്ടാക്കിയാണ് അടപ്രഥമൻ വെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നല്ല സൂരജ് എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഒക്കെ അട നമ്മൾ മേടിക്കുന്ന സൈസ് മട്ട ഉണ്ടാക്കുന്ന വിധവ അല്ലേ. ഇത് നമ്മൾ കാണിച്ചു കൊടുക്കാണ് അല്ലേ, നമുക്ക് വീടുകളിലൊക്കെ ആളുകൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ ഈ അട ആയിരുന്നു ഉണ്ടാക്കി. ഇത് പിന്നെ ഇപ്പൊ നമ്മൾ തന്നെ ഒരു സാധനം കഴിക്കുമ്പോ അറിയുന്നില്ല ഇതിന്റെ അധ്വാനം എന്താണെന്നല്ലേ. അപ്പൊ ഇതാകുമ്പോ നമുക്ക് ഇപ്പം ഈ ഇത് കണ്ടില്ലേ എത്ര സമയം വേണം അത്. അപ്പം അത് മാത്രമല്ല, നമ്മൾ കല്യാണത്തിന്റെ പണ്ടൊക്കെ ഒരു കൂട്ടായ്മയുടെ ഇതായിരുന്നു. മാവ് നനയിൽ നിന്ന് നന്നായിട്ട് പരുവാകുന്നിടം വരെ ഇച്ചിരി ജലാംശം വേണം. അപ്പോൾ പണ്ടൊക്കെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ വന്ന് കൂട്ടുകാരും ബന്ധുക്കളും പാർട്ടിക്കാരും എന്ന് വേണ്ട ആ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും ഇത് ഉണ്ടാക്കി ഇത് പുഴുങ്ങി തണുപ്പിച്ച് തലേ ദിവസമാണ് കല്യാണത്തിന്റെ തലേ ദിവസം നമ്മൾ സദ്യ ആരംഭിക്കുമ്പോൾ ഉച്ച കഴിയുമ്പോൾ തൊട്ട് വേണ്ട. എന്നിട്ട് ഇത് കണ്ട് ഈ പരുവാക്കി ഒരല്പം കൂടെ നീളാനുണ്ട്. ദോശമാവെന്ന് ഞാൻ പറഞ്ഞില്ല, കയ്യുടെ
ഇടയിൽ കൂടെ കൂർന്ന് ഇങ്ങനെ വരാം. ദോശ മാവ് പോലെ ആ പരിവാകട്ടെ. നല്ല മാവ് നല്ല മാവ് കേട്ടോ. അപ്പൊ ഇതിന്റെ എന്താ കദളിപ്പഴം, ശർക്കര, നെയ്യ്, ഇത്രയും സാധനം. ചിലരൊക്കെ ഈ ഇലയിന്ന് അടന്നു വരാനായിട്ട് അല്പം വെളിച്ചെണ്ണയൊക്കെ ചേർക്കും. നമ്മൾ ഇത് ചേർത്തിട്ടില്ല, നെയ്യ് ചേർത്തിട്ടുണ്ട്. അത് ഇത്തിരി ഓവറായിട്ട് നെയ്യ് ചേർത്ത് കളഞ്ഞാൽ അത് പിന്നെ പഞ്ചസാര ശർക്കര ശർക്കര പിന്നെ മിക്സിക്കകത്ത് കദളിപ്പഴവും കൂടെ മിക്സ് ചെയ്ത് അല്ലേ. അതിന്റെ അത് പിന്നെ തേങ്ങ ഇല്ലയോ, തേങ്ങാപ്പാല് തേങ്ങാപ്പാല് തേങ്ങാപ്പാൽ അതിന്റെ അകത്ത് ഇല്ലയോ? ആ തേങ്ങാപ്പാലുണ്ട്. ഞങ്ങളെ വീട്ടിൽ ഒരു ദിവസം അട ഉണ്ടാക്കിയായിരുന്നു. ഇതല്ല ഇലയുടെ ആയിരിക്കും അല്ലേ. ഇതുപോലത്തെ അട, ഈ മധുരമുള്ള ഈ അട. അതിന്റെ അമ്മയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കാനറിയാം. എനിക്കറിയാം. ഞങ്ങൾ AVCയുടെ പൊടി മേടിച്ചായിരുന്നു. AVC വിട്ടുള്ള ഒരു പരിപാടി. നീ ആ കമ്പനിക്കാര് കണ്ടാൽ നിന്നെ പിടിച്ചോണ്ട് പോകുന്നത്. AVCന്റെ കമ്പനി വെച്ചുള്ള ആടയായിരുന്നു ഇത്. നമ്മള് ഉണക്കലരി പൊടിച്ച് കണ്ടില്ലേ, അതിന്റെ നിറം തന്നെ കണ്ടത് നല്ല സൂപ്പറാണ്. നല്ല ക്രീമിന്റെ കളറാണ്. കഴിഞ്ഞ വീഡിയോയിലെല്ലാം നീ വരാഞ്ഞ. കഴിഞ്ഞ വീഡിയോയില് വരാഞ്ഞ. കഴിഞ്ഞ വീഡിയോയില് അത് വരാനേ ഞങ്ങൾക്ക് സ്കൂളുണ്ട്. സ്കൂളിനെയും തൊട്ടുണ്ട്. ശനിയും പക്ഷേ അവധിയാ. ശനിയും ഞായറും പക്ഷേ അവധിയാ. ഇന്ന് വരാന്ന് ഓർത്ത ഞങ്ങൾ ഇന്ന് വന്ന്. ഇന്നലെ വരാന്ന് ഓർത്ത ഞങ്ങൾ ഇന്നലെ വന്നത്. ചെറുക്കൻ ഉണർന്നില്ലേ? അവൻ അമ്മയുടെ കൂടെ അവിടെ കിടക്കുവല്ലോ. മിടുക്കനാണ്. പക്ഷെ നീ ആ കുഴപ്പക്കാരൻ. അവനെ വെളുപ്പിനെ വിളിച്ച് ഉണക്കണ്ട. വെളുപ്പിനെ വിളിച്ച് അവനും അമ്മയും ഉറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ പണിയല്ലേ, നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, അവര് ഉണർന്നിരിക്കുന്നു അല്ലേ. ഹലോ ഉറങ്ങുന്നു. നല്ല കുഴമ്പ് പോലായി. ആ കുഴമ്പ് പോലായിട്ടുണ്ട്. നല്ല എന്താണ് ഇത് നമ്മള് വെള്ളം ഒഴിച്ച് അച്ചേച്ചി വെള്ളം ഒരുപാട് ഒഴിക്കോ? ഇല്ലില്ല. നമ്മൾ ദോശമാവ് ഇതെന്നാണ് അച്ചാച്ചിയുടെ കൈയുടെ ഇടയിൽ കുടുങ്ങിന് വീശുമ്പോ നല്ല ഈ വിരലിന്റെ ഇടയിൽ കൂടെ ഇലയിലോട്ട് വീഴും. അതിനുവേണ്ടി വില മാവ് നല്ല പരുവായിട്ടുണ്ട്. ഇലയിൽ ഒഴിക്കാനായിട്ടുള്ള പരുവായി. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിന് പ്രാരംഭമായിട്ട് ചെയ്യുന്ന അതിനു മുമ്പേ തന്നെ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് ഈ അട വേകാനുള്ള വെള്ളമുണ്ടല്ലോ അത് നല്ല വെട്ടിത്തിളയ്ക്കണം. അന്നേരപ്പോഴത്തേന് നമുക്ക് അതിൻ്റെ അകത്തോട്ടാണ് ഈ അട ഉണ്ടാക്കി. മാവ് കണ്ടോ നല്ല പരുവായിട്ടുണ്ട്. എന്നിട്ട് ഇതിലെ ഇല ചുറ്റി കിട്ടും. ഇലയിലോട്ട് ഇതുപോലെ ഈ വിരളിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നമ്മൾ ഈ അട ചുരുട്ടുന്നതിലും ഉണ്ട്. അന്നേരം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇത് അട കട്ടിയാവും. കണ്ടതാണ്. എന്നിട്ടൊന്ന് തേച്ച് കൊടുത്തിരുന്നു അവസാനം. നല്ല രീതിയിൽ ഇതുപോലെ അത് ചെറുതായിട്ട് ഇത് കനം കുറഞ്ഞ അടയായിരിക്കും. ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങളെ വെന്ത് കഴിഞ്ഞ് കാണിക്കാം. ഇത് വളരെ കഷ്ടപ്പാട് പിടിച്ച പണി ആയതുകൊണ്ടാണ് ആരും ഇപ്പോഴത്തെ കാലത്തെല്ലാം ഇൻസ്റ്റൻ്റ് യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇപ്പം ഇതിപ്പോഴുള്ള സമയമില്ല. ഒരു കല്യാണത്തിനാണെങ്കിൽ ഇത് ഉണ്ടാക്കണം, പൈസയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കഷ്ടപ്പാട് ഓർക്കുമ്പോൾ ആളുകൾക്ക് എന്നാൽ പണ്ട് അതൊന്നും അല്ല അല്ലേ. അരിയിലും എന്താണ് ഒരലിലും ഒക്കെ ഇട്ട് അരിയൊക്കെ ഇടിച്ച് ഒരു കാലം ഉണ്ടായിരുന്നു. നീ കണ്ടിട്ടുണ്ടോ? പണ്ട് അട ഉണ്ടാക്കുന്നത് ഇല്ലേ? നീ കണ്ടിട്ടുണ്ടോ? ഉളക്കയും ഒരളും ഒക്കെ ഉണ്ടോ? എവിടെ ഉണ്ടോ? ഈ വീതി കുറഞ്ഞ ഭാഗം ഇങ്ങനെ വീതി കുറഞ്ഞ അതിനാണ് ചുരുട്ടി വരുമ്പോഴത്തേക്ക് പുറത്ത് ചാടാ വെക്കാനായിട്ട് ഇങ്ങനെ
ഇങ്ങനെ ഇടുന്നത് നീളത്തിലൊക്കെ ഇട്ടത്. ചിലർക്ക് ഇതെന്താണ് ഈ അട തന്നെ ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ ഒരാൾ പറഞ്ഞത് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയും നമ്മൾ അട ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പരിപാടി നടത്തുന്നില്ല. മറ്റേ അട നമ്മൾ മേടിച്ച അട ഇരിപ്പുണ്ട് റെഡിമെയ്ഡ്. പക്ഷേ ഇത് ആളുകൾ പറയുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. ഇത് നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങൾക്ക് ഇത് കണ്ടു പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ. അപ്പം എന്താണ് നമ്മൾ ചെയ്ത ഉണക്കലരി നന്നായിട്ട് കഴുകി പൊടിച്ചെടുക്കും. എന്നിട്ട് നൈസ് പൊടി. വെള്ളമല്ല, അതിൻ്റെ അകത്ത് കദളിപ്പഴമോ പൂവമ്പഴമോ എന്താണ് ശർക്കര എന്നിട്ട് ഇച്ചിരി എന്താണ് അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇതിന്റെ അകത്തോട്ട് ഈ ഒരു ബൗളിൽ എടുത്തതിന്റെ അകത്തോട്ട് ഇട്ടു. സൂപ്പറായിട്ടല്ലേ? സൂപ്പറായിട്ട് കുഞ്ഞും പഠിച്ചു അല്ലേ? കെട്ടിയാ പോവും, കെട്ടിയാ അത് അരിഞ്ഞു നല്ലപോലെ കെട്ടണം. അട നല്ല വൃത്തിയായിട്ട് പീച്ച് എന്നിട്ട് വെട്ടി തിളച്ച വെള്ളത്തിലേക്ക് ഇതിൻ്റെ അകത്ത് കിടന്ന് ഒരു 10-20 മിനിറ്റ് അല്ലേ, ഒരു അരമണിക്കൂർ നല്ലതുപോലെ വേഗം തീനിച്ചില്ല കൊണ്ട് നമ്മൾ വലിയ ബിരിയാണി ചെമ്പിൻ്റെ അകത്ത് നിറച്ചും വെള്ളമൊക്കെ പകുതി വെള്ളം എപ്പോഴും കാണും. എന്നിട്ട് തിളച്ച് നിൽക്കുമ്പോഴാണ് ഇച്ചിരി തീ കൂട്ടി കൊടുക്കുന്നത്. തിളച്ച് നന്നായിട്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇത് വേഗം ഇതിൻ്റെ വെന്ത് കഴിയുമ്പോൾ ഉണ്ടാക്കിയ അടയാണ്. എത്ര നൈസാണെന്ന് നോക്കി കണ്ടോ? നല്ല ഇങ്ങോട്ട് നോക്കിയടാ, ഇങ്ങനുണ്ട്. സൂപ്പർ അല്ലേ? ഒഴിച്ച് വേണമെങ്കിൽ ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്തു ഉള്ളതുകൊണ്ട് നമുക്കറിയാം. ഇനി ഇത് വെച്ച് നമ്മൾ എന്തോ ഉണ്ടാക്കാൻ പോകുന്നത്? അടപ്രഥമൻ ഉണ്ടാക്കാൻ പോണ. എല്ലാരും വീട്ടില് ഇതുപോലെ അട ഉണ്ടാക്കുന്ന പഠിച്ചല്ലോ. അട ഉണ്ടാക്കുന്ന എല്ലാരും വീട്ടില് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നിങ്ങള് വീണ്ടും പ്രവർത്തിക്കണം. നിങ്ങള് മറ്റൊരു വീഡിയോ കാണുന്ന മറ്റൊരു വീഡിയോയിൽ കാണാം.